വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും ഇന്നിറങ്ങാൻ പോണ എപ്പിസോഡിൻ്റെ ഒരു പ്രോമോ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജയന്തൻ ബാലുവിനൊരു ഗുണ്ടയായിട്ട് ബാലു മുട്ടയടിച്ചിരിക്കുന്നത് അറിഞ്ഞിട്ട് മൊട്ട ബാലുവിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പാറമട വീട്ടിലേക്ക് കയറി വന്നിട്ട് മൂന്നാറിലേക്ക് ബാലുവിനെ ഒരു ഗുണ്ടയായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ കണ്ടൻറ്റായിട്ട് വരുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അടിപൊളി കണ്ടൻറ്റ് തന്നെയാണ്. മാത്രമല്ല മൊട്ട ബാലു എന്നൊരു ക്യാരക്ടർ നമ്മൾ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. സീസൺ 1 അത്രത്തോളം അടിച്ചു തിമിർത്ത ഒരു ക്യാരക്ടറാണ് ഈ ഒരു മൊട്ട ബാലു എന്നുള്ളൊരു ഒരു എപ്പിസോഡുകളെല്ലാം. സീസൺ 2 അതുപോലത്തെ എപ്പിസോഡുകൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ജയന്തം വിളിക്കുന്നുണ്ടെങ്കിലും ബാക്കി ഫാമിലിയത്തെ എല്ലാവരും ആ ഒരു പോക്ക് മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെയൊക്കെ ആയിരിക്കും എപ്പിസോഡിൻ്റെ മെയിൻ കണ്ടൻറ്റ് വരുന്നത്. പക്ഷേ മറിച്ച് ചിന്തിച്ച് നോക്കിയാൽ എപ്പിസോഡ് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും എന്നുള്ളത് ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ്. അതായത് ഒരു 2 എപ്പിസോഡെങ്കിലും മൊട്ട ബാലുവായിട്ട് ബാലുവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ജയന്തം വരുന്ന ആ ഒരു സ്റ്റോറി ലൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്നാറിൽ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ തോട്ടം തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്നു എന്ന രീതിക്കാണ്. അപ്പോൾ അവിടെ ഒരു ഗുണ്ടയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ബാലുവിനെ വിളിക്കാനായിട്ട് ജയന്തൻ വരുന്നത്. അപ്പം മൂന്നാറിലോട്ട് പോയി ബാലുവായിട്ട് ഒരു മൊട്ട ബാലുവായിട്ട് ഒരു ഗുണ്ട എപ്പിസോഡൊക്കെ ഒരു 2-3 എപ്പിസോഡ് ഉണ്ടെങ്കിൽ അത് ഉപ്പും മുളകുമിൽ വേറെ ലെവൽ എപ്പിസോഡായിരിക്കും എന്നുള്ളത് കൺഫേമാണ്. കാരണം നമുക്കറിയാം സീസൺ 1 ഇതേപോലെ ബാലു മൊട്ട ബാലുവായിട്ട് വരുന്ന ഒരു 4-5 എപ്പിസോഡ് എല്ലാം പീക്ക് എപ്പിസോഡുകൾ തന്നെയായിരുന്നു. ഉപ്പും മുളകും ഫാൻസിൻ്റെ എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള എപ്പിസോഡിൽ ഒന്നായിരിക്കും മസ്റ്റായിട്ട് മൊട്ട ബാലു എപ്പിസോഡ് എന്നത്. കാരണം ബാലു ഗുണ്ടയായിട്ട് വരുന്ന എപ്പിസോഡിലും ബാലുവിൻ്റെ ആറ്റിറ്റ്യൂഡ് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ബാലുവിന് പൂണ്ട് വിളയാടാനുള്ള ഒരു സ്കോപ്പുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു റോള് തന്നെയാണ് ഈ മൊട്ട ബാലു എന്ന് പറയുന്നത്. ഇപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു കറക്റ്റ് സിറ്റുവേഷൻ ഇതുവരെയും സീസൺ 2 വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കറക്റ്റ് സിറ്റുവേഷനായിട്ട് വന്നിരിക്കുകയാണ്. അതായത് കറക്റ്റ് സമയത്ത് ബാലുവിന് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വന്നു, മുട്ടയടിക്കേണ്ടി വന്നു. ഇപ്പോൾ കഥാസന്ദർഭത്തിലും ജയന്തം വന്ന് മൊട്ട ബാലുവിന് തിരിച്ചു വരവ് വേണമെന്ന രീതിക്ക് ഒരു എപ്പിസോഡും വരുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് തൊട്ടിട്ട് കുറച്ച് ഏതായാലും അങ്ങനത്തെ എപ്പിസോഡുകളില്ല. അത് ഈ ഒരു എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. എന്നാലും ഒരു ഫാൻസിൻ്റെ ആഗ്രഹം എന്ന നിലയ്ക്ക് മാത്രം പറയുകയാണ്, അങ്ങനെ ഒരു എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ അത് ഉപ്പുമുളകിൽ അടിപൊളി എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും എന്നുള്ളത്. അതായത് സീസൺ 2 വന്നതിൽ ഏറ്റവും ബെസ്റ്റ് എപ്പിസോഡിൽ ഒന്നായിരിക്കും എന്നുള്ളത് കൺഫേമാണ്. ഇതേപോലെ ബാലു മൂന്നാറിലോട്ട് പോയിട്ട് അവിടുത്തെ ഗുണ്ടയായിട്ട് ഒരു മൊട്ട ബാലുമായിട്ട് 2-3 എപ്പിസോഡുകൾ വന്നു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഉപ്പുമുളകും സീസൺ 2 ഇതേവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് എപ്പിസോഡെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനത്തെ എപ്പിസോഡുകളൊന്നും ഇവർ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ ഷെഡ്യൂളിൽ തന്നെ ഷൂട്ട് ചെയ്യുന്ന എപ്പിസോഡുകളാണ്. അതായത് ഇന്നത്തെ പ്രോമോൻ്റെ അവസാനമൊക്കെ മൊട്ട ബാലു റിട്ടേൺസ്, മൊട്ട ബാലു ഇസ് ബാക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ആ ഒരു പോക്ക് മുടക്കുന്ന പോലത്തെ എപ്പിസോഡ് തന്നെയായിരിക്കും. അതായത് ബാലു ഗുണ്ട എന്ന രീതിക്ക് പോകുന്നത് മുടക്കുന്നത് പോലത്തെ എപ്പിസോഡ് തന്നെയായിരിക്കും ഇത്. നിങ്ങൾക്ക് മൊട്ട ബാലുവായിട്ട് ഒന്നും കൂടി ഗുണ്ടയായിട്ട് വരുന്നത് പോലത്തെ എപ്പിസോഡ് വേണോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.